ഹലോ, ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. നോക്കണ്ട, താറാവും കോഴിയൊന്നുമല്ല, വേറൊരു സംഭവമാണ്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ്. പിന്നെ ഉള്ള സൗണ്ട് വെച്ചിട്ട് ഡബ് ചെയ്യാമെന്ന് വെച്ചു. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, സൗണ്ട് ഇല്ലാത്തത് കാരണം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതേ റൈസിലേക്കുള്ള സാധനമാണ് കേട്ടോ ഇത്. നമ്മുടെ മഷ്റൂം തന്നെ. മഷ്റൂം റൈസ് എങ്ങനെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇത് പറിക്കണ വീഡിയോ അധികം ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ലൈറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. ആദ്യം വിചാരിച്ചത് മഷ്റൂം നന്നായി മസാലയൊക്കെ ഇതാക്കി വറുത്തെടുത്ത് അത് ബിരിയാണിയുടെ ഒപ്പം മുകളിൽ ഇടാം എന്നായിരുന്നു കേട്ടോ. പിന്നീട് പ്ലാൻ മാറ്റി. നമുക്ക് ഇന്ന് അധികം കിട്ടിയിട്ടില്ല, കുറച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. ഏട്ടൻ ലീവിന് വരുമ്പോൾ 2 പ്രാവശ്യം മസ്റ്റായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ഒന്ന് വെൽക്കം പാർട്ടി, അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലാണ് ഒരുക്കിയിട്ടുണ്ടാവുക. രണ്ടാമത്തെ പോണ ദിവസം കൊടുക്കുന്ന സെൻഡ് ഓഫ് പാർട്ടി, അത് പിന്നെ ഇവിടെ വീട്ടിൽ വയ്ക്കാറ്. എഗ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കൂനെങ്ങനെ നേരാക്കണമെന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു. ഇതിൽ വേസ്റ്റായി കളയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ പറിക്കുന്ന ഭാഗം, കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ കുഞ്ഞിതായിട്ടുള്ള ചെറിയ ഇതുണ്ടാവും, അതും ഒന്ന് പറിച്ച് കളയുക. അല്ലാതെ കളയാനായിട്ട് യാതൊന്നുമില്ല കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് നന്നായി കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ അടിഭാഗത്ത് നല്ല കട്ടിയാവും, നല്ല ബലമാവും. അതുകൊണ്ട് അവിടെ ഒന്ന് നെയ്സായിട്ട്, എത്രമാത്രം നെയ്സാക്കിയിട്ട് അരിയാൻ പറ്റുമോ അത്രമാത്രം നെയ്സായിട്ട് അരിയുക. ബാക്കിയുള്ളവിടെയൊക്കെ കുറച്ച് സോഫ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ചെറുതാക്കാം. തലപ്പത്തേക്ക് പോകുന്തോറും വലുതാക്കി അരിയുക. ഇതിൻ്റെ അഗ്രഭാഗമൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് വലുതായിട്ട് തന്നെ അരിഞ്ഞിടാം. കുറച്ച് മസാല പോലെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് കുക്കറിൽ 2-3 വിസിലടിക്കാൻ വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മസാലയൊക്കെ ഇട്ടിട്ട് മുന്നേ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൂൺ കറി ഉണ്ടാക്കണേ. അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. കുറച്ചൊന്ന് റോസ്റ്റ് എടുക്കുക ചെയ്ത്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ കിട്ടിയിട്ടോ. എൻ്റെ തക്കാളിയൊക്കെ ഏകദേശം പാകമാവാറായിട്ടുണ്ട്, കുറച്ച് വലുതായിട്ടുണ്ട്, ഒന്നും കൂടി ആവണം. ഇതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യണേക്കാട്ടിയും അങ്ങനെ പറിച്ച് അപ്പോൾ തന്നെ ഫ്രഷായിട്ടിടുമ്പോൾ ഒരു നല്ല രുചി കിട്ടാറുണ്ട് കേട്ടോ. കറി ഏകദേശം ആവാറായിട്ടുണ്ട്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കുകയാണ് പതിവ്. പിന്നെ ഇതിങ്ങനെ ഇരുന്ന് ഒന്നും കൂടി വറ്റി കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഞാൻ ഇതിൽ കൂടുതലും കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ചുവന്ന മുളക് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കുറച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഏകദേശം കറി ആയിട്ടുണ്ട്. കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള പണിയാണ്. അപ്പോഴേക്കും ഞാൻ ഇതാവുമ്പോഴേക്കും ഏകദേശം ഇതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടെടുത്ത് കേട്ടോ, പേസ്റ്റ് ആക്കിയില്ല, കല്ലിൽ വെച്ച് നന്നായി ചതച്ചെടുത്തതാണ്. പിന്നെ പച്ചമുളക്, തക്കാളി, കറുവപ്പട്ട, പൂവ്, ജീരകം 2 തരം 3 തരം ഇടാറുള്ളതാണ്. കറുത്ത ജീരകം കിട്ടിയില്ല, ബാക്കി 2 സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാതും എടുത്തു വെച്ചു കേട്ടോ. ഞാൻ മിക്കവാറും ഇതിങ്ങനെ എടുത്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ട് വിട്ടുപോകും. അപ്പോൾ പിന്നെ എല്ലാതും റെഡിയാക്കി പ്ലേറ്റിൽ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും, മറന്നുപോകും, ലാസ്റ്റേ ഓർമ്മ വരുള്ളൂ. ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ നേരാക്കി വെച്ചിട്ട് ഫസ്റ്റ് ഈ ഗരം മസാല ഉണ്ടല്ലോ എല്ലാതും കൂടി ഇടുക. കുരുമുളക്, പട്ട, പൂവ്, ഗ്രാമ്പൂ,
ജീരകം, ഒന്ന് കുരുമുളക് ആദ്യം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണത്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെച്ചാൽ മതി. നല്ല ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കരിഞ്ഞതായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ചെറിയ തീയിലാവുമ്പോൾ നല്ലോണം ആദ്യത്തെ മസാലയൊക്കെ നല്ലപോലെ ആ എണ്ണയ്ക്ക് ഇറങ്ങി വന്ന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം നന്നായി വഴണ്ടി വരണം കേട്ടോ. എണ്ണയിൽ കിടന്ന് നല്ല സ്മെല്ല്, ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് വരും. നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇവിടെ ഞാൻ മൊത്തം ചതച്ചിട്ടാണ്, അതിനേക്കാട്ടിയും ബെസ്റ്റ് കുറച്ച് നല്ലപോലെ പേസ്റ്റാക്കി മിക്സിയിൽ അരച്ചെടുക്കുക. ബാക്കിയുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് ഇടുന്നതാവും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഞാനിവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തു. പിന്നെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് വെളുത്തുള്ളിയൊക്കെ അടി പിടിക്കും. പിന്നെ ഇതേ നമ്മുടെ ഉള്ളി ഇട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഇതധികം ആവേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് എണ്ണയിൽ ഫ്രൈ ചെയ്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബിരിയാണിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാമല്ലോ. പക്ഷേ ഇത് വെള്ളത്തിൽ അലിഞ്ഞ് ചേരേണ്ടതാണ്, അപ്പോൾ അധികം കാണാൻ കിട്ടില്ല നമുക്ക് ഈ ഉള്ളി നമുക്ക്. നല്ലപോലെ വഴറ്റി, ഇത് നൈസായിട്ട് വേണം കേട്ടോ മുറിക്കാൻ, പിന്നെ നന്നായിട്ട് വഴണ്ട് കിട്ടണം. പിന്നീട് നമുക്ക് ലാസ്റ്റ് ക്യാരറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് പിന്നെ അധികമായില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ ഇടയിലൊന്ന് കടിക്കണം നല്ല ടേസ്റ്റാണല്ലോ. എന്നാലും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി വഴണ്ടതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ലപോലെ നൈസായി ചോപ്പ് ചെയ്തെടുക്കണം, നീളത്തിലല്ല കേട്ടോ, നല്ല സ്ക്വയറായിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക നല്ലത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഇതുപോലെ തക്കാളി ഒന്നും കാണാനേ കിട്ടാതെയാവും. നമ്മളിപ്പോൾ കുക്കറിൽ നല്ലപോലെ ഇട്ടതാണ്, കണ്ടില്ലേ? ആകെ ഒരു കൈയിലോളായി. ഒരു 4-5 കൈയിലുള്ളത് ഒരു കൈയിലാവണ വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ജീരകമണിയാണ്, ജീരകമണിക്കും നീളമുള്ള അരിക്കും വ്യത്യസ്തമാണ്. ജീരകമണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. മിക്കവാറും മറന്നു പോണ ഒരു സംഭവമാണ്, ലാസ്റ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇത് 2 രീതിയിൽ വെക്കും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ അരി ഇട്ടിട്ട് നന്നായി ഇതിനോടൊപ്പം തന്നെ ഇളക്കി എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് എടുക്കുകയും ചെയ്യും. ഞാൻ വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വിസിൽ വന്നോളും. ആ ഒരു വിസിൽ വന്നതും പെട്ടെന്ന് ഓഫാക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇത് മാറിപ്പോവും. അരിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊന്നും എക്സ്ട്രാ ഇല്ല, നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ വിസിലിൽ പൊക്കി എയറൊക്കെ കളഞ്ഞ് അപ്പം തന്നെ ഒരു ഡിഷിക്ക് ഒഴിക്കാവും നല്ലത്. ഇനി മല്ലിയില, പുതിന ഇല അതൊക്കെ നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂ, കിസ്മസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക.